जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय प्रभुपाद जय प्रभुपाद जय प्रभुपाद. ഇത് ശീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള ഹരിശൗരി പ്രഭുവിന്റെ ബുക്കിൽ വായിച്ച്. അപ്പോൾ അതിൽ ഒക്ടോബർ അവസാന കാലഘട്ടത്തിലുള്ള സമയമാണ്. അപ്പം ആ സമയത്ത് പ്രഭുപാദിനെ കുറച്ച് ലെറ്റേഴ്സൊക്കെ പ്രഭുപാദിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഒരു ലെറ്റർ ബോംബെയിൽ നിന്ന് വന്നതാണ്. ബോംബെയിൽ ഹരിദാസ് എന്ന് പറഞ്ഞൊരു ഡിവോട്ടി ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം എഴുതിയ ലെറ്ററാണ്. അപ്പം അതിൽ അദ്ദേഹം പറയുന്നത്, പ്രഭുപാദ് ആദ്യം മരണം വരിക്കാതെ ഒന്നും സ്ട്രഗിൾ ചെയ്യാതെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ ഡിവോട്ടീസിന്റെ എല്ലാ ഡിസൈപ്പിൾസിന്റെ എല്ലാം ആഗ്രഹപ്രകാരം അദ്ദേഹം സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു പ്രഭുപാദ്. പിന്നാണ് വെള്ളവും ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങി. അപ്പം ഇവർ ഭയങ്കര എൻകറേജ്ഡ് ആയി, ഈ ബോംബെയിലുള്ള ഡിവോട്ടീസ്. അവരാകെ ഗ്ലൂമി ആയിരുന്നു, പ്രഭുപാദ് ഈ ഭൂമി വിട്ടു പോകും. പക്ഷെ പ്രഭുപാദ് കുറച്ചു നാളും കൂടെ ഉണ്ടാവും എന്ന് പ്രഭുപാദ് നിശ്ചയിച്ചതുകൊണ്ട് അവർ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഈ ഭക്തിവേദാന്ത ബുക്ക് ട്രസ്റ്റിന് ബോംബെ ടെമ്പിൾ ഏകദേശം 70,000 രൂപ, അന്ന് 70,000 എന്ന് വെച്ചാൽ വലിയ തുകയാണ്, കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം പ്രഭുപാദ് ഇങ്ങനെ കുറച്ച് ഞാൻ ഇവിടെ നിൽക്കാം എന്നുള്ള ഇത് പറഞ്ഞപ്പോൾ അവരെല്ലാം കൂടെ വളരെയധികം സന്തോഷത്തോടുകൂടി അവർ ബുക്ക് വിതരണവും ലൈഫ് മെമ്പർഷിപ്പിനൊക്കെ വേണ്ടി എല്ലാവരും ഇറങ്ങി. അങ്ങനെ അവരെല്ലാം ഉത്സാഹത്തോടെ ചെയ്തപ്പം ഒരു ദസറ ദിവസം തന്നെ അവരേകദേശം 21,000 രൂപ കളക്ട് ചെയ്തു. അപ്പം അതൊക്കെ പറഞ്ഞ് അദ്ദേഹം എഴുതി, ഹരിദാസ്. അപ്പം അത് വായിച്ചപ്പോൾ പ്രഭുപാദിന് നല്ല സന്തോഷമായി. ഉണ്ട് അപ്പോഴത്തേക്കും തമാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞു, ഈ ഹരിദാസ് ഒരുപാട് ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം പണ്ടൊരു കള്ളനായിരുന്നു ഹരിദാസ്. അദ്ദേഹം ഈ പ്രഭുപാദിനെ എൻ്റെ അടുത്ത് വരാനുള്ള കാരണം, പ്രഭുപാദിന്റെ ഒരു ബാക്ക് ടു ഗോഡഡ് മാഗസിനിൽ പ്രഭുപാദിന്റെ ഒരു പിക്ചർ അദ്ദേഹം കണ്ടു. അപ്പോൾ കണ്ടപ്പോഴത്തേന് അതിനകത്ത് വളരെ നല്ലൊരു വാച്ച് പ്രഭുപാദ്, അത് പ്രഭുപാദിന്റെ പിക്ചറിലൊരു നല്ല വാച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഞാനത് മോഷ്ടിക്കാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇവിടെ വന്നത്. പിന്നെ പ്രഭുപാദിന്റെ അസോസിയേഷൻ എടുത്തു. അദ്ദേഹത്തിന്റെ നല്ല നല്ല ഗുണങ്ങൾ കണ്ടപ്പോഴത്തേന് അദ്ദേഹം ആ തീരുമാനം മാറ്റുകയും ഭക്തനായിട്ട് മാറുകയും ചെയ്തു. പ്രഭുപാദ് അദ്ദേഹത്തിനെ ഗിരിരാജ് മഹാരാജിന്റെ അടുത്ത് ഏർപ്പാട് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ അസോസിയേഷൻ കിട്ടിയപ്പം അദ്ദേഹം മാറി. അങ്ങനെ ഇതെല്ലാം വായിച്ച് ഈ ഡിവോട്ടീസ് ഇത് പറഞ്ഞപ്പോഴും പ്രഭുപാദിന്റെ കാരുണ്യം കൊണ്ട് ഇദ്ദേഹം മാറി എന്ന് പറഞ്ഞപ്പം പ്രഭുപാദ് അപ്പോഴും ആ ഹംബിൾ നേച്ചറിൽ പറഞ്ഞു, അത് ഗിരിരാജ് മഹാരാജിന്റെ കാരുണ്യമാണ്, അദ്ദേഹം ഒരു വൈഷ്ണവനാണ്, വൈഷ്ണവന്റെ അസോസിയേഷൻ കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ മാറ്റം വന്നതെന്ന് പ്രഭുപാദ് പറഞ്ഞു. അതേസമയം അത് ഒരു ഇൻസ്റ്റൻസ്. ആ ദിവസം തന്നെ ഭക്തിവേദാന്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു വലിയ സയന്റിഫിക് കോൺഫറൻസ് നടത്തിയിരുന്നു, സ്വരൂപ് ദാമോദർ എന്ന് പറഞ്ഞ പ്രഭുപാദിന്റെ ശിഷ്യൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്റ്റേറ്റ്സ്മെൻ എന്ന് പറഞ്ഞൊരു പേപ്പറിൽ ഇതിനെക്കുറിച്ച് വളരെ വിഖ്യാതമായിട്ടൊരു ലേഖനമൊക്കെ വന്നു. ലൈഫ്സ് കം ഫ്രം ലൈഫ് എന്ന് പറഞ്ഞ ലേഖനമാണ്. ഇതാണ് ടോപ്പിക്കിലാണ് ആ കോൺഫറൻസ് നടത്തിയത്. അപ്പം പ്രഭുപാദ് അതിനൊരു സ്റ്റേറ്റ്സ്മെൻ എന്ന് പറഞ്ഞ ആ പേപ്പറിൽ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ പറഞ്ഞ് ഭക്തിവേദാന്ത ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പറയും. പിന്നെ സ്വരൂപ് ദാമോദറിന് പ്രഭുപാദ് പറഞ്ഞത് നല്ല ആർട്ടിക്കിളാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്വരൂപ് ദാമോദറിന് ഭയങ്കര സന്തോഷമായി. പ്രഭുപാദ് ടച്ച് സ്റ്റോൺ ആണ്, അദ്ദേഹം കാരണം ഒരുപാട് ആൾക്കാർ മാറുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ ആ സമയത്തും പ്രഭുപാദ് പറഞ്ഞു, അല്ല എസ്യസ്തി ഭക്തി റക്കീഞ്ച, ആ ശ്ലോകം ഇങ്ങനെ പറഞ്ഞിട്ട് പ്രഭുപാദ് പറഞ്ഞു, ഏതൊരു ഭഗവാനെ ആരാധിക്കുന്ന ഏതൊരു ഭക്തനുള്ളിലും എല്ലാ ദേവീദേവന്മാരുടെ നല്ല ഗുണങ്ങൾ ഉണ്ടാകും, ഏത് ഭക്തനും അങ്ങനെ ആയിത്തീരാൻ പറ്റും എന്നിങ്ങനെ പറഞ്ഞു. പ്രഭുപാദ് ആ ക്രെഡിറ്റ് ഞാൻ കാരണമാണ് ഈ വലിയ കോൺഫറൻസ് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തതെന്നോ ഹരിദാസ് ചേഞ്ച് ചെയ്തത് ഞാൻ കാരണമാണെന്നോ പ്രഭുപാദ് പറഞ്ഞില്ല. ഹരിദാസ് ചേഞ്ച് ചെയ്തത് ഗിരിരാജ് മഹാരാജിന്റെ കാരുണ്യം കൊണ്ടാണെന്നും
ഇവിടെ സ്വരൂപ് ദാമോദർ ഇത്രയും വലിയ കോൺഫറൻസ് ഓർഗനൈസ് ചെയ്ത് അത് അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് ഫുള്ള് പ്രഭുപാദിന് കൊടുത്തപ്പോഴും പ്രഭുപാദ് പറഞ്ഞു അത് ഏതൊരു ഭക്തനും എൻ്റെ ഇതുകൊണ്ടല്ല, ഏതൊരു ഭക്തന്റെ ഹൃദയത്തിലും ഭഗവാനെ ആരാധിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിലും എല്ലാ ദേവീദേവന്മാരുടെ നല്ല ഗുണങ്ങളും ഉണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ക്വാളിറ്റി കൊണ്ടാണ് ഇങ്ങനെ നല്ലൊരു ഇത് വന്നതെന്ന് തോന്നുന്നു. ആ ശീല പ്രഭുപാദിന്റെ ഹ്യൂമിലിറ്റി അതിനകത്ത് നമുക്ക് കാണാനായിട്ട്.